എവിടെയാണോ? എന്തിനാ പിങ്കി? എന്തിവിടെ? ഒന്നുമില്ല. നിനക്ക് എന്റെ റൂം വല്ലാതെ മിസ് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചേട്ടാ, നിങ്ങൾ ബാഗ് എടുത്ത് താഴെ പോട്ടാ. പിന്നെ അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ കിടന്നാൽ മതി. നിനക്ക് ഇത്ര മനോവിഷമാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല അപ്പച്ചി. ഈ റൂമാണ് ഉള്ളതിൽ ഏറ്റവും നല്ല റൂം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് തന്നെ കിടന്നാൽ മതി. നല്ല ബെഡാണ്, നല്ല കർട്ടൻ, പിന്നെ ബാത്റൂം ഒക്കെ സൂപ്പറാണ്. ഇവിടെ തന്നെ കിടന്നാൽ മതി. പക്ഷെ നീ ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഇവിടെ തന്നെ കിടക്കണം. ഇവിടെ തന്നെ കിടന്നാൽ മതി. കാര്യം എന്താ പറ? അതെ അപ്പച്ചി, ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ? മുടിയെന്ന് വിടും. സോറി, ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ? വിഷമമായോ? എനിക്ക് കുറച്ച് വിഷമമായി. പക്ഷെ രാമേണ്ണ നല്ല ഫീൽ ചെയ്തു. അയ്യോ, അത് രാമങ്ങളുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചോളാം, കുഴപ്പമില്ല. അപ്പച്ചി വിഷമിക്കാതിരുന്നാൽ. എടി, ഇങ്ങനെ ഒരു പിങ്കി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ? ഞാൻ സത്യത്തിൽ പാവമാണ്. പിന്നെ അപ്പച്ചി, അതെ, നേരത്തെ ഉണ്ടല്ലോ ഒരു ഡയറി എടുത്തോണ്ട് വന്നില്ലേ? അതെവിടെ? തോന്നി. നിന്റെ ആ തേച്ചുള്ള മെഴുകല് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എണീക്ക്. അല്ല, നീ എണീക്ക് പിങ്കി. അപ്പച്ചി, ഡയറി എണീക്ക്. അപ്പച്ചി, എണീക്ക് പിങ്കി. എന്തോ അപ്പച്ചി, എണീക്ക്. എണീച്ച് ഇങ്ങോട്ട് മാറ്. ഇതല്ലേ സംഭവം? തരുന്നില്ല. ഇത് തരുന്നില്ലാന്ന്. എന്തോന്ന് അപ്പച്ചി, അപ്പച്ചി. എന്തോന്ന് പിങ്കി, തരുന്നില്ല. എനിക്ക് താപ്പച്ചി, അത് എന്റെ ഡയറി അല്ലേ? എടി, ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നോണ്ട് നിനക്ക് എന്തൊന്നാണ് ഇത്ര പ്രശ്നം? അത് അപ്പച്ചിയുടെ കയ്യിരുന്നാ ശരിയാവൂല. അത് അപ്പച്ചിയുടെ കയ്യിരുന്ന അപ്പച്ചി വായിക്കും. അത് ഞാൻ വായിച്ചു തുടങ്ങിയല്ലോ. വായിച്ചു തുടങ്ങിയ? ഓ. എത്ര വായിച്ച്? കുറച്ച് വായിച്ച്. ഇത്രയും വായിച്ച? ഇത്രയും പേജ്? അതപ്പച്ചി, ഇനി അത് വായിക്കുമ്പോണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വായിക്കണോ. ഇനി ഇതിപ്പോ വായിക്കുമ്പോ എന്താണ് ഇങ്ങനെ കിടന്ന് പരക്കാൻ പറയണത്? അതിനകത്ത് എന്തോന്നാണ് എന്നോട് എഴുതി വെച്ചേക്കണത്? അങ്കിൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഓ, ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ പോണ്. എവിടെ? നമ്മളെല്ലാരും കൂടെ പോണം. അയ്യോ, നിങ്ങൾ എങ്ങോട്ടാ ടൂർ പോണേ? ടൂറിന്റെ നമ്മളിവിടെ വന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തോന്ന് അങ്കിള്, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയില്ലേ അങ്കിള്? ഞാൻ പറയും അമ്മാതിരി ഷോ ആണ് നീ ഇവിടെ കാണിച്ചോണ്ടിരുന്നത്. ഞാൻ എന്തോ കാണിച്ചു? അപ്പോഴേ പറഞ്ഞു കാണിക്കാൻ ഇവിടെ വരണ്ടായിരുന്നു, എന്റെ വീട്ടിൽ നിന്നാ മതി. ഇത് നിങ്ങളുടെ വീടല്ലേ? അല്ല, ഇത് നിന്റെ അച്ഛന്റെ വീട്, ദിവ്യണ്ണന്റെ. എന്തോന്ന് അങ്കിളെ, അതൊക്കെ വീട്, നമുക്ക് എല്ലാവരും കൂടെ ഇവിടെ നിൽക്കാം. എന്തോന്നു? നമുക്ക് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കാം. നീ ഒറ്റയ്ക്ക് അങ്ങ് നിന്ന് അടിച്ചു പൊളിച്ചാൽ നമ്മളില്ല. ഞാൻ ചിന്നൂരത് പറയാണ് കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട്. പോണു അങ്കിളെ, എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടല്ല. നിനക്ക് ദേഷ്യം വന്ന് ഞാൻ പേടിച്ചു എന്റെ മുട്ടിങ്ങനെ ഇടിക്കും. മണിക്കൂർ മാമിന്റെ സ്വഭാവം എടുക്കേണ്ടി വരും ഇവിടെ. എന്തിനാണ് മണിപ്പുട്ട മാമന് വേറൊരു സ്വഭാവം? കാക്കട്ട് കളരി. ഇതാ കളരി. കളരി ഇതല്ലേ കാണിച്ചു വേണമെങ്കിൽ. ഇതല്ലേ കളരി? നിന്റെ കളരി നീ ഇങ്ങനെ പാമ്പിനെ പോലെ തൊഴണ. പിന്നെ നിങ്ങൾ പിന്നെ പഴുതാരെ കണക്ക് നീ കഴിഞ്ഞു. ഇല്ല
അത് അത് സോൾവ് ഒന്നായില്ല. അത് സ്വാഭാവികം. അവിടെ വിട്. അവിടെ വിട്. ശരി. So happy. നമുക്ക് എല്ലാവരും താമസിക്കാം ഇവിടെ. Okay. ചേട്ടാ ഓ പിങ്കി ഉണ്ടോ അടുത്ത്? ഓ ആ എങ്കിൽ രണ്ടുപേരും കൂടെ വാ, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പൊക്കോ. എനിക്ക് വേണ്ട. നിനക്ക് ഫുഡ് വേണ്ടേ? വിശപ്പ് പോയോന്നൊരു സംശയം. നിനക്ക് വാടി ഇങ്ങോട്ട്. ഇങ്ങനെ വിശപ്പൊക്കെ വരണം. മടി എന്ത് ഇരിയാൻ കണ്ട്. അതെ, എനിക്ക് വേണ്ടായിരുന്നു. ഓ നിനക്ക് വേണ്ടേ? വേണ്ട. എങ്കിൽ ഇന്ന് ഇടിവെട്ടി വട വൈകി. ഇനി വേണ്ട, നിങ്ങൾ കഴിച്ചു. എനിക്ക് വിശക്കുന്നില്ല. വിശക്കുന്നില്ല? ഇല്ല എനിക്ക് വിശക്കണ്ട. കുറെ നേരം കേട്ടോ കട്ട ഷോ. പോട്ട് ആ മന്തി ബിരിയാണിയും അല്ലാത്ത ബിരിയാണിയും ഒക്കെ നമുക്ക് തന്നെ തിന്നാം. പോട്ടെ. എന്ത് പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലടി. അതെ, ഞാൻ കഴിക്കാത്തോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടല്ലേ? ഒരു വിഷമമില്ല. എവിടെ? അങ്ങളുടെ കണ്ണ് നോക്കട്ടെ. അയ്യോ, നല്ല വിഷമം ഉണ്ട് കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കണം. എനിക്കൊരു വിഷമവും ഇല്ലേ. എടി പിങ്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇത് കഴിച്ചില്ലെന്ന് പറഞ്ഞ ഇവിടെ ആർക്കും വിഷമമൊന്നുമില്ല. നീ വേണമെങ്കിൽ എഴുന്നേറ്റ് വെക്കും. ചേട്ടാ, ലഡ്ഡു മാത്രമേ ഉള്ളൂ, ജിലേബി ഇല്ലേ? ജിലേബി ഉണ്ടായിരുന്നു. ആ ഇതായിരിക്കും. തുറടി. ജിലേബി കൊള്ളാം. എട് എട്. എനിക്കിപ്പോ വേണ്ട, ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് കഴിക്കും. നീ ഇങ്ങോട്ട് എടുത്താണ് പ്ലേറ്റോട് എടു. നിനക്കല്ലേ ഒരെണ്ണം എടുത്ത് തിന്നോ. ഓ വലിയ മുഴുത്തം പീസില്ലേ. അല്ല വെല്ലി. എടി നീ അടങ്ങിയ? നിന്റെ പ്രശ്നമൊക്കെ തീർന്നു? ഭയങ്കര പരക്കം പാച്ചിലായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ഇവിടെ ഇത്രയും നേരം കിടന്ന് ചാടിക്കൊണ്ടിരുന്ന എന്തിനെന്നറിയാമോ? ഇവളുടെ ബെഡ്റൂമിൽ നിന്ന് പിങ്കി ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് പിങ്കീത പിങ്കി ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് പിങ്കീത എന്തോന്നൊക്കെ പറയണേ അപ്പച്ചി. തിന്നെല്ലാരും കേക്ക് ചേട്ടാ, ഒരു പേഴ്സണൽ ഡയറി എനിക്ക് കിട്ടി. അത് നമ്മൾ ആരെങ്കിലും എടുത്ത് വായിക്കുമോന്ന് പേടിച്ചാണ് കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഡേ ഇവിടെ നോക്ക്. നീ നിന്റെ റൂം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഷോ ഇറക്കിയല്ലോ രാവിലെ, വെറും ഷോ. അതിന് നിനക്കൊരു പണി തരാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഡയറി എടുത്തത് കേട്ടാ. കളിക്കണ്ട, നമ്മൾ ആരും വായിച്ചൊന്നുമില്ല നിന്റെ പിങ്കി ദ ഗ്രേറ്റ്. നമുക്ക് തന്നെയല്ലേ അവളുടെ ഡയറി. എന്നാ ലെഗ് പീസ് കൂടെ എടുക്ക്. ഇത്രക്ക് ആവശ്യം കാണിക്കാൻ അതിനകത്ത് എന്തോ നടി ഇത്ര ഉള്ള ഡയറിക്കകത്ത്? ഡയറിക്കകത്ത് എന്തോ നീ ഇത്രയും വെച്ചിരിക്കണം.